അസുഖങ്ങളും അപകടങ്ങളും മൂലം ആയിരക്കണക്കിന് ആളുകൾ അനുദിനം മരിക്കുന്നു. അതിന്റെ എത്രയോ മടങ്ങ് പേർക്ക് ഗൗരവമായ പരിക്കുകൾ സംഭവിക്കുന്നു. ശരിയായ പ്രഥമ ശുശ്രൂഷ ലഭിച്ചിരുന്നെങ്കിൽ ഇതിൽ വലിയൊരു ഭാഗം തടയുവാനോ തീവ്രത കുറയ്ക്കുവാനോ സാധിക്കുമായിരുന്നു. ഒരാൾ അബോധാവസ്ഥയിൽ വീഴുന്നതിന് അല്ലെങ്കിൽ അവശനിലയിലാകുന്നതിന് ഇടവരുത്തിയേക്കാവുന്ന ചില കാരണങ്ങളാണ് കഴിഞ്ഞ 3 വീഡിയോകളിൽ വിശദീകരിച്ചത്. അവ കാണാത്തവർ അവ തീർച്ചയായും കാണണം. IMAയുടെ യൂട്യൂബ് ചാനലിൽ അവ ലഭ്യമാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ ഒരാൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഇനി മുതൽ വിശദീകരിക്കുന്നത്. ഹൃദയസ്തംഭനമാണെങ്കിൽ ഉടൻ നെഞ്ചമർത്തൽ ആരംഭിക്കണം. എന്നാൽ അതിനു മുമ്പായി സഹായത്തിന് ആളുകളെ എത്തിക്കുവാനുള്ള ഏർപ്പാടുകളും ചെയ്യണം. കോൾ ഫോർ ഹെൽപ്പ്. 2 പേർ രക്ഷാപ്രവർത്തനം ഉണ്ടെങ്കിൽ ഒന്നാമത്തെയാൾ രോഗിക്കൊപ്പം നിന്ന് നെഞ്ചമർത്തൽ ആരംഭിക്കുമ്പോൾ രണ്ടാമത്തെയാൾ കൂടുതൽ ആളുകളെ സഹായത്തിന് എത്തിക്കാനും രോഗിയെ ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള വാഹനം എത്തിക്കുവാനും ശ്രമിക്കണം. നമ്മൾ വഴിമധ്യേ ഒരാൾ ബോധരഹിതനായി കിടക്കുന്നത് കാണുകയാണ്, നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ എങ്കിൽ പരിസരം നിരീക്ഷിച്ചുകൊണ്ട് മറ്റാരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അവരുടെ സഹായം അഭ്യർത്ഥിക്കാവുന്നതാണ്. അവർക്ക് നമ്മൾ അത്യാവശ്യ ഘട്ടത്തിൽ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ കൊടുത്ത് അവിടെ സ്ഥലം ഏതാണ് എന്നെല്ലാം പറഞ്ഞതിന് ശേഷം അവരോട് തിരിച്ചു വരാൻ പറയണം. അല്ല നമ്മൾ ഒറ്റയ്ക്കാണ്, വേറെ സഹായത്തിന് ആരും ഇല്ല എങ്കിൽ നമ്മൾ ഈ അവശ്യ ഘട്ടത്തിൽ വിളിക്കേണ്ട നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നമ്മൾ സ്ഥലമെല്ലാം പറഞ്ഞ് എത്രയും വേഗം ജീവൻ രക്ഷാപ്രവർത്തനം തുടങ്ങേണ്ടതാണ്. ഇന്ന് മിക്കവാറും എല്ലാവരിലും മൊബൈൽ ഫോൺ ഉണ്ടല്ലോ. അത് സ്പീക്കറിലാക്കി ജീവൻ രക്ഷാപ്രവർത്തനം ചെയ്തുകൊണ്ട് തന്നെ അവരുമായി സംസാരിക്കാം. വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്താതിരിക്കാൻ ഇത് സഹായിക്കും. അടിയന്തര സാഹചര്യങ്ങളിൽ നമുക്ക് ആവശ്യമായി വരുന്ന അത്യാവശ്യ നമ്പറുകൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമാണ്. ഉദാഹരണത്തിന് പോലീസിൻ്റെ നമ്പറായ 100, ഫയർ ആൻഡ് റെസ്ക്യൂ നമ്പറായ 101, ആംബുലൻസിനെ വിളിക്കാൻ സഹായകമായ നമ്പറായ 102, 108 എന്നുള്ളത് പോലെ ഇന്ത്യയിൽ ആകമാനം അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നമ്പറാണ് 112, 112. അറിഞ്ഞിരിക്കുക, നമ്മുടെ ജീവൻ രക്ഷക്കായി ഉപകരിക്കുന്ന പാൻ ഇന്ത്യ അടിയന്തര ജീവൻ രക്ഷാ നമ്പറാണ് 112, 112. 112ലേക്ക് വിളിക്കുമ്പം ഒരു കോൺസൽ സ്റ്റേഷനിലേക്കാണ് അത് എത്തുന്നത്. അത് ദൂരെ ആയിരിക്കും. അവിടെ നിന്നാണ് ഓരോ സ്ഥലങ്ങളിലേക്കും വിവരങ്ങൾ പോകുന്നത്. ഇതിന് സമയമെടുത്താകണം. ഏറ്റവും നല്ലത് അടുത്തുള്ള ഹോസ്പിറ്റലിൻ്റെ അത്യാഹിതവിഭാഗത്തിലേക്ക് വിളിക്കണം. വേണ്ട നിർദ്ദേശങ്ങൾ അവിടുന്ന് ലഭിക്കും. എമർജൻസി നമ്പറുമായി ബന്ധപ്പെടുമ്പോൾ സംഭവ സ്ഥലത്തെക്കുറിച്ചും രോഗിയെക്കുറിച്ചും രോഗിയുടെ അവസ്ഥയെക്കുറിച്ചുമുള്ള വിവരങ്ങൾ കൈമാറേണ്ടതാണ്. അതോടൊപ്പം എത്ര രക്ഷാപ്രവർത്തകരുണ്ട് എന്നുള്ള വിവരവും അറിയിക്കേണ്ടതാണ്. ഇതിനുശേഷം ഫോൺ ഓണാക്കി തന്നെ വെക്കുക. അവിടെ നിന്നുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുക. അവിടെ നിന്ന് നിർദ്ദേശം ലഭിച്ചാൽ മാത്രമേ ഫോൺ ഓഫ് ചെയ്യാവൂ. ഒരാൾ ബോധം നഷ്ടപ്പെട്ട് വീഴുകയോ അപകടത്തിൽപ്പെടുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു സാധാരണക്കാരൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് നാം ഇവിടെ വിശദീകരിച്ചത്. പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്നും കൂടി ഓർമ്മിക്കാം. ആദ്യമായി സീൻ സേഫ്റ്റി, അതായത് സ്ഥലം സുരക്ഷിതമാണ് എന്ന് ഉറപ്പാക്കണം. രണ്ടാമത് ചെക്ക് റെസ്പോൺസ്, രോഗി പ്രതികരിക്കുന്നുണ്ടോ എന്ന് നോക്കണം. മൂന്നാമതായിട്ട് കോൾ ഫോർ ഹെൽപ്പ്, നമ്മൾ ഫോൺ ചെയ്തോ ശബ്ദം വെച്ചോ കൂടുതൽ ആളുകളെ വിളിച്ച് വരുത്തണം. ഇതിന് അധികം സമയമെടുക്കരുത്. 30 സെക്കൻഡിൽ താഴെ മാത്രമേ എടുക്കാവൂ. ഹൃദയസ്തംഭനം സ്ഥിരീകരിച്ചാൽ പിന്നെ ഒട്ടും സമയം കളയാതെ നെഞ്ചമർത്തൽ നമ്മൾ ആരംഭിക്കണം. ശരിയായ ജീവൻ രക്ഷാപ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പ്രഥമ ശുശ്രൂഷയും സമൂഹത്തിലെ വിവിധ തുറകളിലുള്ള ജനങ്ങളിലേക്ക് അവരെ പഠിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള സ്റ്റേറ്റ് ബ്രാഞ്ചിൻ്റെ എമർജൻസി ലൈഫ് സപ്പോർട്ട് ട്രെയിനിങ് അഥവാ അടിയന്തര ചികിത്സാ പരിശീലനം ആരംഭിച്ചത്. സമൂഹത്തിലെ എല്ലാ തുറകളിലുമുള്ളവരുടെയും സന്നദ്ധ സംഘടനകളുടെയും ഭരണകൂടത്തിൻ്റെയും സഹകരണമുണ്ടെങ്കിൽ നമുക്ക് ഈ ലക്ഷ്യം കൈവരിക്കാം. നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം. ഇതിനായി IMA തയ്യാറാക്കുന്ന പുസ്തകങ്ങളും വീഡിയോകളും കഴിയുന്നത്ര ആളുകളിൽ എത്തിക്കുമല്ലോ. ഓരോ പൗരനും ഒരു ജീവൻ രക്ഷാപ്രവർത്തകൻ. പരിശ്രമിക്കാം നമുക്കൊന്നായി. ഹൃദയസ്തംഭനം അഥവാ കാർഡിയാക് അറസ്റ്റിൽ സാധാരണ ജനങ്ങൾക്കായി IRCF തയ്യാറാക്കിയ മാർഗരേഖയാണ്
കംപ്രഷൻ ഓൺലി ലൈഫ് സപ്പോർട്ട് അഥവാ നെഞ്ചമർത്തൽ മാത്രമായ ജീവരക്ഷാ പ്രവർത്തനം. ഇതിനെക്കുറിച്ച് വിശദമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദീകരിക്കാം.